നമസ്കാരം 114 ന്യൂസിലേക്ക് സ്വാഗതം. രണ്ട് പൈലറ്റുമാരെ ഖത്തർ തടവിലാക്കിയെന്ന് ഇറാൻ. യുദ്ധത്തിനിടെ കാണാതായ ഇറാൻ വ്യോമസേനയുടെ രണ്ട് പൈലറ്റുമാരെ ഖത്തർ തടവിലാക്കിയെന്ന് ഇറാന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണം ഖത്തർ നിഷേധിച്ചു. കഴിഞ്ഞ മാർച്ച് മുതലാണ് പൈലറ്റുമാരെ കാണാതായത്. യുദ്ധത്തിനിടെ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടതായും രണ്ടുപേരെ കാണാതായതായും ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഖത്തർ ഇവരെ തടവിലാക്കിയെന്ന ആരോപണം ആദ്യമായാണ് ഉന്നയിക്കുന്നത്. യുദ്ധത്തിനിടെ ഖത്തറിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതിന് പിന്നാലെ കാണാതായ പൈലറ്റുമാരെ കണ്ടെത്താൻ തിരച്ചിലിന് വ്യോമസേന അനുമതി തേടിയെങ്കിലും ഖത്തർ അനുവദിച്ചില്ലെന്ന് ഇറാൻ സേനാ ജനറൽ മുഹമ്മദ് ബാഗിർസദ പറഞ്ഞു. എന്നാൽ ഒരു പൈലറ്റിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇറാനെ യഥാസമയം അറിയിച്ചെന്നും തിരച്ചിലിന് സഹകരിക്കാമെന്ന് അറിയിച്ചതായും ഖത്തർ വ്യക്തമാക്കി. കുവൈറ്റിൽ തടവിലുള്ള 4 ഇറാൻകാരുടെ മോചനം സംബന്ധിച്ചും തുടർ നടപടികളായിട്ടില്ല. ലക്ഷ്മി മിത്തലിന്റെ യുക്രൈനിലെ സ്റ്റീൽ പ്ലാന്റിന് നേരെ മിസൈൽ ആക്രമണം, 2 മരണം. യുക്രൈനിലെ പ്രധാന വ്യാവസായിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തി റഷ്യ. ഇന്ത്യൻ വ്യവസായ പ്രമുഖൻ ലക്ഷ്മി മിത്തലിന്റെ ഉടമസ്ഥതയിലുള്ള യുക്രൈനിലെ പ്രധാന വ്യാവസായിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തി റഷ്യ. ഇന്ത്യൻ വ്യവസായ പ്രമുഖൻ ലക്ഷ്മി മിത്തലിന്റെ ഉടമസ്ഥതയിലുള്ള യുക്രൈനിലെ സ്റ്റീൽ പ്ലാന്റ് ആർസെലർ മിത്തലിന് നേരെ ഞായറാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുക്രൈനിലെ ഏറ്റവും വലിയ ഉരുക്ക് നിർമ്മാണശാലയാണ് ആർസെലർ മിത്തൽ. യുക്രൈൻ പ്രസിഡന്റായ വ്ളോഡിമിർ സെലൻസ്കിയുടെ ജന്മനാടായ വ്യവസായ നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്ലാന്റ് ലക്ഷ്യമാക്കി തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ യുക്രൈൻ തലസ്ഥാനത്തെ 2 ജില്ലകളിൽ തീപിടുത്തമുണ്ടായതായി മേയർ വിറ്റാലി ക്ലിച്കോ പറഞ്ഞു. കീവ് മേഖലയിലെ മറ്റിടങ്ങളിലുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. BJPയിൽ വൻ അഴിച്ചുമടി. കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാർ. BJP ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. സ്മൃതി ഇറാനിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പീയൂഷ് ഗോയലാണ് ദേശീയ ട്രഷറർ. BL സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാർ. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ കീഴിൽ പുതിയ മുഖങ്ങളെ അണിനിരത്തി പാർട്ടി പുനഃസംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഭാരവാഹി പട്ടിക പുറത്തു വന്നത്. വസുന്ധര രാജ ഉൾപ്പെടെ 13 വൈസ് പ്രസിഡന്റുമാരാണ് ഭാരവാഹി പട്ടികയിൽ ഉള്ളത്. ദേശീയ ഉപാധ്യക്ഷനായിരുന്ന AP അബ്ദുള്ളക്കുട്ടി ഇത്തവണ ഭാരവാഹി പട്ടികയിൽ നിന്ന് പുറത്തായി. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായി BL സന്തോഷിനെ നിലനിർത്തിയിട്ടുണ്ട്. 75,000 രൂപ വരെയുള്ള കാർഷിക വായ്പകൾ എഴുതിത്തള്ളും. പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി വിജയ്. സഹകരണ ബാങ്കുകളിലെ 75,000 രൂപ വരെയുള്ള കാർഷിക വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. മാത്രമല്ല 75,000 മുതൽ 1 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് ഇളവ് നൽകുമെന്നും വിജയ് പറഞ്ഞു. ഈ വായ്പകൾക്ക് 75,000 രൂപ വരെയാണ് ഇളവ് നൽകുക. കാർഷിക വായ്പ എഴുതിത്തള്ളാനും ഇളവ് നൽകാനുമുള്ള സർക്കാർ തീരുമാനം തമിഴ്നാട്ടിലെ 13.34 ലക്ഷം കർഷകർക്ക് ഗുണകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കൃഷി സംസ്ഥാനത്തിന്റെ നട്ടെല്ലാണെന്നും കർഷകർക്ക് നൽകുന്ന പിന്തുണയെ ആശ്രയിച്ചായിരിക്കും രാജ്യത്തിന്റെ സമൃദ്ധിയെന്നും വിജയ് പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും കർഷകർക്ക് 953.06 കോടി രൂപയുടെ അധിക സഹായം നൽകാൻ തന്റെ സർക്കാർ തീരുമാനിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാനസിക പ്രശ്നമുള്ള യുവാവ് അമ്മയെ കൊലപ്പെടുത്തി. തൃശൂരിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. തകരൻ കോഴിപ്പറമ്പിൽ ചെറിയാന്റെ ഭാര്യ 70 വയസ്സുള്ള ഡോളിയാണ് മകന്റെ വെട്ടേറ്റ് മരിച്ചത്. സംഭവത്തിൽ മകൻ ബെൻഹർ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാൾ മുൻപ് ലഹരിക്ക് അടിമയായിരുന്നുവെന്നും പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചതായും നാട്ടുകാർ പറയുന്നു. ഏറെ നാളായി പ്രതി മാനസിക സമ്മർദ്ദത്തിനുള്ള മരുന്ന് കഴിച്ചിരുന്നതായും മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പോലീസും പറഞ്ഞു. വെട്ടേറ്റ ഡോളിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ 10:30യോടെയാണ് ബെൻഹർ മാതാവിനെ വെട്ടിയത്. കേരളത്തോട് അവഗണന തുടർന്ന റെയിൽവേ. കേരളത്തെ വീണ്ടും അവഗണിച്ച് റെയിൽവേ. ഈ സാമ്പത്തിക വർഷം 30 മെമു ട്രെയിനുകൾ പുറത്തിറങ്ങുമെങ്കിലും ഒന്നുപോലും സംസ്ഥാനത്തിനില്ല. 12 കോച്ചുകൾ വീതമുള്ളതാണ് പുതിയ മെമു ട്രെയിനുകൾ. ഇവ ഉത്തരേന്ത്യൻ സോണുകൾക്കാണ് അനുവദിച്ചിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേക്ക് മെമു അനുവദിച്ചില്ല.
തിരുവനന്തപുരം ഡിവിഷൻ സർവീസ് നടത്തുന്ന 8 മെമു ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം 16ആയി ഉയർത്താൻ അധികമായി വേണ്ടത് 16 കോച്ചുള്ള മെമു റേക്കുകളുടെ അറ്റകുറ്റപ്പണിക്ക് കൊല്ലം ഷെഡിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സൗകര്യം ഒരുക്കിയിരുന്നു. എന്നാൽ റേക്ക് ലഭിക്കാത്തതിനാൽ ഷെഡ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നില്ല. സംസ്ഥാനത്തോടുന്ന ICF നിർമ്മിത പാസഞ്ചർ ട്രെയിനുകൾ മാറ്റി മെമു ട്രെയിനുകളാക്കാൻ 10 പുതിയ മെമു റേക്കുകളാണ് ആവശ്യം. 22.68 കോടി GST പിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പ്രചരിപ്പിച്ച് നടത്തിയ സാമ്പത്തിക ഇടപാടിൽ GST പിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഉദ്യോഗസ്ഥർക്ക് GST കമ്മീഷണർ ചാർജ് മെമ്മോ നൽകി. നികുതി പിരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വടക്കൻ മേഖല ജോയിന്റ് കമ്മീഷണർ ശ്രീവത്സ, കാസർഗോഡ് ഡെപ്യൂട്ടി കമ്മീഷണർ V. സജിത്ത്, ഇന്റലിജൻസ് ഓഫീസർ സജിനി എന്നിവർക്കാണ് ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നത്. മത്സ്യബന്ധനത്തിനിടെ അപകടം, മത്സ്യത്തൊഴിലാളി മരിച്ചു. മത്സ്യബന്ധനത്തിനിടെ ഉണ്ടായ അപകടത്തിൽ മത്സ്യത്തൊഴിലാളി കായലിൽ വീണ് മരിച്ചു. വലിയഴീക്കൽ ശ്രീമന്ദിരത്തിൽ പ്രദീപൻ ആണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ വലിയഴീക്കൽ ഹാർബറിന് സമീപമാണ് അപകടമുണ്ടായത്. മത്സ്യബന്ധനത്തിനിടയിൽ എതിരെ വന്ന ലൈലാൻഡ് വള്ളത്തിന്റെ പ്രൊപ്പല്ലറിൽ പ്രദീപിന്റെ വള്ളത്തിലെ വല കുരുങ്ങിയതാണ് അപകടം ഉണ്ടായത്. കായലിൽ വീണ പ്രദീപിനെ ലൈലാൻഡ് വള്ളത്തിലെ തൊഴിലാളികൾ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കാലടി സർവകലാശാല VC-ക്കെതിരായ സമരം, 4 SFI പ്രവർത്തകർ റിമാൻഡിൽ. കാലടി സംസ്കൃത സർവകലാശാലയിൽ VC-ക്കെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ 4 SFI പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം മെബിൻ ജോസ്, സർവകലാശാലയിലെ SFI പ്രവർത്തകരായ ബേസിൽ, യദു, ബിനീഷ് എന്നിവരാണ് റിമാൻഡിലായത്. ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും കയ്യേറ്റം ചെയ്തുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ആരോപിച്ച് വൈസ് ചാൻസലർ സിസ തോമസ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയെ തുടർന്ന് എടുത്ത കേസിലാണ് നടപടി. സമരവുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. വൻ മയക്കുമരുന്ന് ശേഖരവുമായി യുവാവ് പിടിയിൽ. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വൻ രാസലഹരി ശേഖരവുമായി മലപ്പുറം സ്വദേശിയെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. മലപ്പുറം തിരുവാലി കൊട്ടാര സ്വദേശി കുപ്പാത്ത് വീട്ടിൽ സിറാജുദ്ദീനാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 25.36 ഗ്രാം MDMAയും കണ്ടെടുത്തു. തൈക്കൂടം കനാൽ റോഡിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തൈക്കൂടത്തെ സൗകര്യപൂർവ്വം നടത്തിയിരുന്ന 24 മണിക്കൂർ കടയുടെ മറവിലാണ് ഇയാൾ രാസലഹരി കച്ചവടം നടത്തിയിരുന്നത്. സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടത്തിന്റെ പേരിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനം വാങ്ങാൻ പോകുന്നതിന്റെ മറവിലാണ് ഇയാൾ ലഹരി മരുന്ന് കേരളത്തിലേക്ക് കടത്തിയിരുന്നത്. പ്രതിയെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദിവസങ്ങളായി പോലീസ് സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു.